നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊല പോലെ സമീപകാലത്ത് കേരളത്തെ നടുക്കിയ മറ്റു സംഭവങ്ങളില്ല. ഒരാൾ ഒറ്റയ്ക്ക് 5 കൊലപാതകങ്ങൾക്ക് ശ്രമിക്കുന്നു, അതിൽ 4 പേർ മരിക്കുന്നു. കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ അച്ഛൻ അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലെത്തി. വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് എയർപോർട്ടും ഒപ്പം ഖബർസ്ഥാനും ഒക്കെ സാക്ഷ്യം വഹിച്ചത്. 8 വർഷത്തിന് ശേഷമാണ് അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സഹോദരിയെയും കുടുംബാംഗങ്ങളെയും കണ്ട് അബ്ദുൾ റഹീം വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചകൾക്കും ഇന്ന് സാക്ഷ്യം വഹിച്ചു. ഇളയ മകനടക്കം ഉറ്റവരുടെ ഖബറുകൾക്ക് മുന്നിൽ റഹീം തകർന്നിരുന്നു. വളരെ വികാരനിർഭരമായിരുന്നു ആ രംഗങ്ങൾ. കാരണം ആ പ്രാർത്ഥനകൾക്കിടയിലും തളർന്നിരിക്കുന്ന റഹീമിൻ്റെ കാഴ്ചകൾ, കാരണം ഉറ്റവരെ കാണാനായി നാട്ടിലേക്കെത്തിയ റഹീമിന് കാണേണ്ടി വന്ന കാഴ്ചകൾ. മകൻ കൊലപാതക കേസിൽ പ്രതിയായിരിക്കുന്നു, ഇളയ മകനെ മൂത്ത മകൻ വെട്ടിക്കൊല്ലുന്നു, സ്വന്തം അമ്മ മരിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു, ഭാര്യ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നു, സഹോദരനെയും ഭാര്യയെയും വെട്ടിക്കൊലപ്പെടുത്തിയ പശ്ചാത്തലമൊക്കെ എങ്ങനെ ഒരു മനുഷ്യൻ താങ്ങും എന്നതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദമാമിൽ നിന്ന് രാവിലെ 7:45 തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് റഹീം എത്തിയത്. ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷമീനെ റഹീം കാണുകയും ചെയ്തു. ഇഖാമ കാലാവധി കഴിഞ്ഞതിനാൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്ന റഹീമിന് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലാണ് യാത്ര സാധ്യമാക്കിയത്. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഈ റഹീമിൻ്റെ ഇന്നത്തെ അവസ്ഥ അത് ഏത് ഒരാളെയും വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നതാണ്. കാരണം ഒരു കുടുംബം ഒട്ടാകെ ഇല്ലാതായിരിക്കുന്നു. 2 മക്കളിൽ ഒരു മകൻ കൊല്ലപ്പെടുന്നു, മറ്റൊരു മകൻ ഇതേ കൊലപാതക കേസിൽ പ്രതിയാകുന്നു, പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. എങ്ങനെയാണ് റഹീം ഇതൊക്കെ അതിജീവിക്കുന്നത് എന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ഇന്നത്തെ എയർപോർട്ടിലെയും ഖബർസ്ഥാനിലെയും കാഴ്ചകൾ? രഞ്ജിത്ത്, ഒരു മനുഷ്യൻ എത്രമാത്രം മാനസികമായി തകർന്നു പോകും, അതിൻ്റെ ഒരു ദൃശ്യങ്ങളായിരുന്നു ഇന്ന് അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തിയത് മുതൽ ഭാര്യയെ കണ്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്ന് ഏറ്റവും ഒടുവിൽ ആ ഖബറിടത്തിൽ എത്തുന്നത് വരെയുള്ള കാഴ്ച. വലിയ നൊമ്പര കാഴ്ചകളായിരുന്നു. ആ ഖബറിട താഴെ പാങ്ങോടെന്നുള്ള മസ്ജിദിനോട് ചേർന്നുള്ള ഖബർസ്ഥാനാണ്. അതിനു മുൻപ് തന്നെ പള്ളിക്കടുത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീടുണ്ട്. ഒരുപക്ഷെ വാക്കുകൾ പോലുമില്ലാതെ ഈ സഹോദരനും സഹോദരിയും കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്ന ഒരു ദൃശ്യങ്ങൾ, ആ കുടുംബത്തിൽ സംഭവിച്ച ദുരന്തം, അതിൻ്റെ ആഴം, അതെല്ലാം തന്നെ ഒരുപക്ഷെ വാക്കുകളില്ലാതെ അവർ ഈ കണ്ണീരിലൂടെയും നിലവിളിയിലൂടെയും പുറത്തു വരുമ്പോൾ എത്രമാത്രമാണ് ആ കുടുംബം വേദനിക്കുന്നത് എന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ന് കണ്ടത്. അതിനുശേഷം അദ്ദേഹം ഖബറിടത്തിലേക്ക് വരുന്നു. 4 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചത് അവിടെയാണ്. ആ ഓരോ ഖബറിന് മുന്നിലും അദ്ദേഹം ഇരുന്ന് പോവുകയാണ്. അദ്ദേഹം കരഞ്ഞ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ്റെ ഖബറിന് മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞ് അതിന് മുന്നിൽ കുത്തിയിരുന്ന് പോവുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ 8 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. ഇഖാമയുടെയൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. ഈ ഒരു സംഭവം അറിയുമ്പോൾ തന്നെ മാനസികമായി തകർന്ന് അദ്ദേഹം ഇവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ നാട്ടിലെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലോടെ അദ്ദേഹം നാട്ടിൽ വന്നു. പക്ഷേ അങ്ങനെ ഒരു വരവിൽ പിന്നെ ഉണ്ടാകുന്ന കാഴ്ചകൾ വളരെ വേദനിപ്പിക്കുന്നതാണ്, നമ്മുടെ ഹൃദയത്തെ തൊടുന്നതാണ്. കാരണം എത്ര നാൾ കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ഒരു മുക്തി ഇതിൽ നിന്നുണ്ടാകും എന്നതുപോലും വേദനിപ്പിക്കുന്നൊരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആരോഗ്യനില ഇപ്പോഴും തൃപ്തികരമായിട്ടില്ല. അപകടനില തരണം ചെയ്തിട്ടുണ്ട്, പക്ഷേ തലയോട്ടിയിലും താടിയലിലും ഒക്കെ ഉണ്ടായ പരിക്കുകൾ അവരിപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഈ സഹോദരിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടമായത് ഉമ്മയെയാണ്, സഹോദരനെയാണ്. ഭാര്യ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു, ഇളയ മകനെ നഷ്ടപ്പെടുന്നു.
മറ്റൊരു പെൺകുട്ടി, അത് ഈ മൂത്ത മകൻ്റെ കാമുകിയാണ്. ആ പ്രണയബന്ധവും അദ്ദേഹത്തിന് അറിയാവുന്നതായിരുന്നു. ആ ബന്ധത്തിന് വീട്ടുകാരും തന്നെ എതിരായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു കൂട്ടക്കുരുതി എന്ന് പറയുന്നത് ആ കുടുംബത്തിന് ഏൽപ്പിച്ച ആഘാതം, ഇദ്ദേഹത്തിൻ്റെ റഹീമിൻ്റെ ഉമ്മയ്ക്ക് 11 മക്കളാണ്. പക്ഷേ പഴയ വീട്ടിൽ നിന്ന് ഉമ്മ മാറിപ്പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. മക്കളൊക്കെ സമീപത്തുണ്ട്, പക്ഷേ ആ വീടുകളിലേക്കൊന്നും തന്നെ പോകാൻ ഈ ഉമ്മ ആഗ്രഹിച്ചിരുന്നില്ല. ഭർത്താവിനൊപ്പം അവർ ജീവിച്ച പഴയ വീട്ടിൽ തന്നെ കഴിയണം എന്നതായിരുന്നു ആഗ്രഹം. മക്കളെല്ലാം നല്ല നിലയിലേക്ക് മാറി, സാമ്പത്തികമായൊക്കെ മെച്ചപ്പെട്ടു. പക്ഷേ ഈ ഉമ്മ ആ വീട് വിട്ടു പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. അവിടെയാണ് ആദ്യത്തെ കൊലപാതകം ഉണ്ടാകുന്നത്. റഹീമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, ആ ഖബറിന് മുന്നിൽ അദ്ദേഹം വിങ്ങലോട് നിന്നത്, പൊട്ടിക്കരഞ്ഞത്, അവിടെ ഇരുന്നു പോയത്, അതെല്ലാം തന്നെ ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വേദനയുടെ കാഴ്ചകളായി മാറി. 5 പേരെ കൊലപ്പെടുത്തുന്നു, 6 പേരെ ആക്രമിക്കുന്നു, അതിൽ 5 പേർ കൊലപ്പെടുന്നു. ഒരിടത്ത് തന്നെ 4 പേർ അവരുടെ അവസാന യാത്രയുമായി അവർ ഏറ്റവും അന്ത്യനിദ്ര കൊള്ളുന്ന ആ ഒരു സ്ഥലം, അവിടേക്ക് മസ്ജിദിൻ്റെ ഭാരവാഹികളും അവിടുത്തെ മറ്റ് ആൾക്കാരുമൊക്കെ വന്നിരുന്നു. അവരെല്ലാം തന്നെ അവിടെ പ്രാർത്ഥനയുമായി നിന്നു. ആ പ്രാർത്ഥനാ ചടങ്ങുകളുണ്ടായിരുന്നു. മസ്ജിദിൽ അതിനു മുൻപ് പ്രാർത്ഥനയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഖബറിലേക്ക് വന്നത്. അവിടെ അദ്ദേഹത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണം, റഹീമിനെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പോലും അറിയാതെ മറ്റാളുകൾ നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. ഇത് ഈ ഒരു സ്തബ്ധമായ അവസ്ഥയിൽ നിന്ന് ഈ നാട് ഇതുവരെ മോചിതമായിട്ടില്ല എന്നതാണ്. തീർത്തും ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ, ഒരു ഗ്രാമീണമായ ഒരു സ്ഥലമാണ്, നാട്ടിൻപുറമാണ്. അങ്ങനെ ഒരു നാട്ടിൽ മനുഷ്യർ ഭയന്നു പോകുന്ന ഒരു സാഹചര്യം, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യം. ഒരു 23-കാരൻ ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തു? സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു 23-കാരൻ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ നിഷ്കരണം കൊന്നു തള്ളിയത് ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥയായി തന്നെയാണ് നിൽക്കുന്നത്. സാമ്പത്തിക ബാധ്യതകളുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹീം പറഞ്ഞത് ബാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ ആ ബാധ്യത ഒന്നും തന്നെ മകൻ്റെ ഉത്തരവാദിത്തമാക്കി മാറ്റിയിരുന്നില്ല. വീട് വിറ്റ് ഈ കടങ്ങൾ വീട്ടുന്ന കാര്യം ആലോചിക്കുകയായിരുന്നു. അതിന് വീട്ടുകാരുടെ സമ്മതമുണ്ടായിരുന്നു. അതിൻ്റെ ആലോചനകൾ നടക്കുകയായിരുന്നു. പിന്നെ എന്തിന് ഇങ്ങനെ ഒരു കൊടും ക്രൂരതയിലേക്ക് പോയി എന്നത് തന്നെയാണ് ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. ഷെമിയുടെ ഈ മാതാവ്, അഫാൻ്റെ മാതാവ് ഷെമിയുടെ മൊഴിയും ആ മകനെ സംരക്ഷിക്കുന്ന തരത്തിൽ തന്നെയാണ്. ഇപ്പോഴും അവർ 2ാമത് മൊഴി കൊടുത്തതും കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ്. കാരണം ഈ അരുംകൊലകളെക്കുറിച്ചുള്ള ഒരു വിവരവും ഷെമിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. തൻ്റെ ഇളയ മകൻ ജീവനോടെ വി വിനോദ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. വിനോദ്, മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ മൊഴികൾ ഇനിയും എടുക്കാനുണ്ടല്ലോ. കാരണം ഈ പിതാവിൻ്റെ മൊഴി എടുക്കേണ്ടി വരും. സ്വാഭാവികമായും സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പോലീസുമായി സംസാരിച്ചിരുന്നു. 75 ലക്ഷത്തോളം രൂപ കടമുണ്ട് എന്നും മറ്റുമാണ് ചില വിവരങ്ങൾ പുറത്തു വന്നത്. മറ്റൊന്ന്, ഈ ഉമ്മ ഇപ്പോൾ അവരുടെ ആരോഗ്യനില ഏതാണ്ട് വീണ്ടെടുത്ത മട്ടാണ്. അവരോടും സംസാരിക്കേണ്ടി വരും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരേണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ ഇനിയും അന്വേഷണം അവസാനിച്ചിട്ടില്ല. ഇപ്പോഴുള്ള കൺക്ലൂഷനിൽ മാത്രമല്ല, മറ്റു വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. അതനുസരിച്ച് പിതാവിനെ അടക്കം അവരോട് സംസാരിക്കേണ്ടി വരുമല്ലോ പോലീസിന്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. നമ്മൾ ഇതിൻ്റെ ഒരു നിയമവശങ്ങൾ പരിശോധിച്ചാൽ പ്രധാനമായും ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ 1 മാസത്തിലേറെയായി നിരന്തരമായി മദ്യപിക്കുമായിരുന്നു എന്ന കാര്യം പറയുന്നു. അതിനപ്പുറത്ത് ഈ സുഹൃത്ത് വലയങ്ങൾ മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിലാണ്, പ്രതിയുടെ മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിലാണ്. ആരൊക്കെയാണ് സുഹൃത്തുക്കൾ, എവിടെയൊക്കെ പോയി, ഈ സാമ്പത്തിക ബാധ്യത, സ്വന്തം നിലയ്ക്കുണ്ടായ സാമ്പത്തിക ബാധ്യത, ഈ പണം ചെലവഴിച്ചതെങ്ങനെ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, കുടുംബത്തിന് അമ്മ വഴി ഏതാണ്ട് 65 ലക്ഷം രൂപ ബാധ്യത, ആ തുക ഗൾഫിലേക്ക് പിതാവിന് അയച്ചു കൊടുത്തു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അവിടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ആ കടം വീട്ടുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് പണം അയച്ചു കൊടുത്തു എന്നുള്ള കാര്യം 3 മാസം ഇവർ വിദേശത്ത് സൗദി അറേബ്യയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആ വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിഞ്ഞ് അവർ തിരികെ വരികയും പിന്നീട് അഫാൻ മറ്റ് ജോലിക്കൊന്നും പോകാതെ തന്നെ വീട്ടിൽ തുടരുകയുമായിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്തുണ്ട്. അതിനപ്പുറത്ത് ഈ തൊഴിലില്ലായ്മ, ആഡംബര ജീവിതം,
മുന്തിയ ബൈക്ക്, അതോടൊപ്പം വസ്ത്രങ്ങൾ, കാറ് ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കാറ് വിറ്റ് പോയിരുന്നു. അതിനു മുൻപ് ഒരു ബൈക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള ബൈക്കുണ്ട്. ഇതെല്ലാം തന്നെ വില കൂടിയ ബൈക്കുകളാണ്. ആ തരത്തിലുള്ളൊരു ജീവിതമാണ് നയിച്ചിരുന്നത്. കാമുകിയിൽ നിന്നും പണം വാങ്ങിയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കണം. ഇതിൽ ലഹരിയുടെ ഉപയോഗം, സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഫാന് പിറകിൽ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട്, സൗഹൃദവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയ ആളുകൾ, അവരുടെയൊക്കെ രീതി, സമീപനം, അവരുടെ ഒരു മറ്റ് സ്വഭാവം, ഇതെല്ലാം തന്നെ ചേർത്ത് വെച്ച് മാത്രമേ ഈ കേസിൻ്റെ ഒരു അവസാന നിഗമനത്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിയൂ. 3 ഇടങ്ങളിലായാണ് 5 പേരെ കൊലപ്പെടുത്തിയത്. ഇതിൽ തന്നെ മൊഴിയിൽ, കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയിൽ പറയുന്നത് 3 പേരുടെ കൊലപാതകം, അതായത് അമ്മയെ കൊല്ലാൻ നോക്കുന്നത്, സഹോദരനെ കൊല്ലാൻ നോക്കുന്നത്, കാമുകിയെ കൊല്ലാൻ നോക്കുന്നത്. ഇതിൽ അമ്മ മരിക്കുന്നില്ല. ഈ ക്രൈം കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ ഈ കൃത്യം നടത്തിയ ശേഷം 3 പേരും കൊല്ലപ്പെട്ടു എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പ്രതി. അതിൽ ഒരാൾ രക്ഷപ്പെടുന്നു. ഈ 3 പേരെയും ആക്രമിച്ചതിന് പിന്നിലുള്ള കാര്യം, തനിക്ക് ശേഷം ഇവർ ആരും ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഇവർക്ക് താങ്ങാൻ കഴിയില്ല ആ ജീവിതം, അതുകൊണ്ട് അവരെ ഇല്ലാതാക്കി മരിക്കാൻ ശ്രമിച്ചു എന്ന മൊഴിയാണ്. മറ്റ് 3 പേരുണ്ട്. അത് അച്ഛൻ്റെ മാതാവാണ്, ഉമ്മുമ്മയാണ്. ഉമ്മുമ്മയെയും അച്ഛൻ്റെ സഹോദരൻ, അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യ, ഈ 3 പേരെ കൊലപ്പെടുത്തിയതിൽ പറയുന്ന കാര്യങ്ങൾ: 2 പേരോട് വൈരാഗ്യം, ഉമ്മുമ്മയോടും അച്ഛൻ്റെ ജ്യേഷ്ഠനോടും വൈരാഗ്യം. ഇവർ സാമ്പത്തികമായി സഹായിക്കുന്നില്ല, തങ്ങളുടെ കുടുംബത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ള ദേഷ്യം. ഈ വലിയച്ഛൻ്റെ, അതായത് ലത്തീഫിൻ്റെ ഭാര്യയെ കൊന്നത്, ലത്തീഫ് കൊല്ലപ്പെടുന്നത് കണ്ടു, ഇവർ ആരോടെങ്കിലും പറയും എന്ന പേടിയിൽ ലത്തീഫിന്റെ ഭാര്യയെയും കൊന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ പ്രതി എന്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി താൻ ഇങ്ങനെ ആളുകളെ കൊലപ്പെടുത്തി എന്ന് പറയുന്നു എന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഭയപ്പാട് കൊണ്ടാണെങ്കിൽ എന്തിനവരെ കൊന്നു, പിന്നീട് ഇതേ ആൾ തന്നെ എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോയി, അങ്ങനെ കുറേ വൈരുദ്ധ്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഷെമിയുടെ മൊഴിയെടുക്കണം. അതായത് ഈ പ്രതിയുടെ മാതാവിൻ്റെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമാണ്. അവർ ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ട് വരികയാണ്. ഒരുപക്ഷെ ഇന്ന് മൊഴിയെടുക്കും, മജിസ്ട്രേറ്റ് എത്തും എന്ന വിവരമാണുള്ളത്. അന്വേഷണ സംഘം പോലീസ് സ്റ്റേഷൻ ആശുപത്രിയിലേക്ക് വന്നു പോവുകയും ചെയ്തു. ഇന്ന് തന്നെ എടുക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം. ഈ തരത്തിൽ മൊഴിയെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോവുക. പ്രതി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട നടപടികളുണ്ട്. കോടതിക്ക് മുന്നിൽ ഹാജരാക്കുക, റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി പ്രതിയെ ചോദ്യം ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ഏതായിരുന്നാലും ഇന്നത്തെ ഒരു ദിവസം ആ പിതാവ് നാട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ, അത് വളരെ വേദനയുണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും കേരളം ഞെട്ടിയ ഒരു കൊലപാതകത്തിന് ശേഷം ഇന്ന് ഏറെ വികാരനിർഭരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒരു കുടുംബം മുഴുവൻ നഷ്ടമായതിൻ്റെ വേദനയിൽ നാട്ടിലെത്തിയ പിതാവിനെ കണ്ടു. പിതാവ് പ്രാർത്ഥനകൾക്കിടയിലും തറയിലിരുന്ന് തൻ്റെ ഉറ്റവരെ ഉടയവരെ ഓർത്ത കാഴ്ചകൾ ഒരിക്കലും നമ്മൾ ഇനിയും ആവർത്തിക്കരുത് എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.